ഭോജശാലയിലെ വാഗ്ദേവി വിഗ്രഹം യുകെയിൽ നിന്നും തിരികെ എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് BHP കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിലെ ധാർ ജില്ലയിലെ ഭോജശാല സമുച്ചയം ക്ഷേത്രമാണെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി വിധിച്ചതിന് പിന്നാലെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നിലപാട് അറിയിച്ചത്. ഭോജശാല ഒരു ക്ഷേത്രം മാത്രമല്ല, അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രമാണെന്നും BHP അധ്യക്ഷൻ അലോക് കുമാർ പറഞ്ഞു. ഭോജശാല സമുച്ചയം വാഗ്ദേവിയായ സരസ്വതിയുടെ ക്ഷേത്രമാണെന്ന് വ്യക്തമാക്കിയ മധ്യപ്രദേശ് ഹൈക്കോടതി അവിടെ നമാസ് നടത്താൻ മുസ്ലിം വിഭാഗത്തിന് അനുമതി നൽകിയ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് റദ്ദാക്കി. കോടതി വിധി സ്വാഗതം ചെയ്ത വിശ്വ ഹിന്ദു പരിഷത്ത് കോടതി വിധി എല്ലാവരും മാനിക്കണമെന്ന് വ്യക്തമാക്കി. പരമാര രാജവംശത്തിലെ പ്രശസ്തനായ രാജാ ഭോജനാണ് 11ാം നൂറ്റാണ്ടിൽ ഭോജശാല നിർമ്മിച്ചത്. 13ാം നൂറ്റാണ്ട് മുതൽ ഡൽഹി സുൽത്താൻമാരുടെ ആക്രമണത്തിൽ ഭോജശാലയ്ക്ക് മാറ്റങ്ങൾ വന്നു. 1305-ൽ അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യം ഭോജശാലയിൽ നാശനഷ്ടങ്ങൾ വരുത്തി. 15ാം നൂറ്റാണ്ടിൽ മഹമൂദ് ഷാ ഖിൽജി ഭോജശാലയുടെ ഒരു ഭാഗം സൂഫി വര്യനായ കമാൽ മൗലയുടെ പേരിൽ പള്ളിയാക്കി മാറ്റി. 1875-ൽ നടന്ന ഖനനത്തിൽ ലഭിച്ച വാഗ്ദേവിയുടെ വിഗ്രഹം ബ്രിട്ടീഷുകാർ ലണ്ടനിലെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി. ഇത് തിരികെ എത്തിക്കണമെന്നും ഇതിനായി കേന്ദ്ര സർക്കാർ UK സർക്കാരിനെ സമീപിച്ച് ആവശ്യം അറിയിക്കണമെന്നുമാണ് BHP നിലപാട്. भारत सरकार ने अब यूनाइटेड किंगडम से कहना चाहिए कि श्री वाग्देवी की जो मूर्ति उनके संग्रहालय में है वह केवल म्यूजियम में आने वाले लोगों के दर्शकों के लिए देखने मात्र की चीज नहीं, वह तो प्रत्यक्ष प्राण प्रतिष्ठित देवी है और सरकार प्रयत्न करके उसको वापस लाए. വാഗ്ദേവി വിഗ്രഹം കേവലം മ്യൂസിയത്തിലെ സന്ദർശകർക്ക് കാണാൻ വേണ്ടി മാത്രമുള്ളതല്ല, പ്രത്യക്ഷ പ്രാണപ്രതിഷ്ഠ ദേവീരൂപമാണ്. ആ വിഗ്രഹം തിരികെ എത്തിച്ച് പുനഃപ്രാണപ്രതിഷ്ഠ നടത്തണമെന്ന് BHP അധ്യക്ഷൻ അലോക് കുമാർ ആവശ്യപ്പെട്ടു. ജനം, ഡൽഹി.